തുറക്കുവാൻ കഴിയുമെന്ന് ലോകം പറഞ്ഞ് ദൈവ നാമം നിങ്ങളുടെ മഹത്വമെടുക്കും. തീർന്നില്ല. ഉറക്ക വിളിക്കണം. പ്രാർത്ഥനയിൽ നന്മയെ ഉറക്ക വിളിക്കണം. നോക്കുക, അവരെല്ലാവരും കേൾക്കെ യേശു വിളിച്ചു, ലാസറേ പുറത്തു വരിക. ലാസർ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ യേശുവിനെ കല്ലെറിയും. അത്രമാത്രം ഉറക്കെയാണ് യേശു വിളിച്ചത്. പക്ഷേ യേശുവിന് ഒട്ടും സംശയമില്ല. കാര്യം എന്താണ്? അവൻ വിളിക്കുന്നത് ദൈവപിതാവിൻ്റെ നാമത്തിലാണ്. ഹല്ലേലൂയ. അത് കേൾക്കുവാൻ മരിച്ചവന് കാതുകളുണ്ട്. അത് കേൾക്കുവാൻ ഏത് സൃഷ്ടിക്കും കഴിവുണ്ട്. ഇല്ലാത്തതിനെ ഉള്ളതിനോ പോലെ ഉറക്ക വിളിക്കുക. നന്മയെ വരിക, കൊയ്ത്തേ വരിക, ആനുകൂല്യങ്ങളെ വരിക, സമാധാനമേ വരിക, സമൃദ്ധിയെ വരിക, ദൈവപ്രവൃത്തിയെ വരിക. പ്രിയമക്കളെ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഒരു കാര്യം പറയട്ടെ. ചില കാര്യങ്ങൾ പിശാച് മറച്ചു വെച്ചിരിക്കുകയാണ്. കല്ലുരുട്ടി മറച്ചു വെച്ചിരിക്കുകയാണ്. അത് പുറത്തു വന്നേ മതിയാകൂ. നീ പ്രാർത്ഥിക്കുമെങ്കിൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ, വിശ്വാസത്തോടെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ദൈവപ്രവൃത്തിയെ വിളിച്ചു പറയുമെങ്കിൽ, വിശ്വാസത്തോടെ ചുറ്റും നിൽക്കുന്നവർ കേൾക്കെ വിളിച്ചു പറയുമെങ്കിൽ, നന്മകൾ മറനീക്കി പുറത്തു വരും. മറവിടങ്ങളിലെ ഗുപ്തനിധികൾ മറനീക്കി പുറത്തു വരും. ഇരുളിലെ നിക്ഷേപങ്ങൾ ഇരുൾ നീക്കി പുറത്തു വരും. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച്. ഒരു കുടുംബത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്കുള്ളൊരു മോഡൽ കിട്ടി. മക്കളെ, ഈ പറഞ്ഞ പ്രാർത്ഥന വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയാണ്. നിങ്ങളെല്ലാം ഇത് പറഞ്ഞു പ്രാർത്ഥിക്കണം. എങ്ങനെ? വീട്ടിൽ പോയിട്ട് എങ്ങോട്ട് നോക്കണം? പറഞ്ഞാട്ടെ, മുകളിലേക്ക് നോക്കണം. പറയണം, കർത്താവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. വേണമെങ്കിൽ നിങ്ങളുടെ വിഷയം അവിടെ പൂരിപ്പിക്കാം. നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? രോഗവിഷയമാണോ? ഭൗതികമാണോ? ആത്മീകമാണോ? തലമുറയ്ക്ക് വേണ്ടിയാണോ? സഭയ്ക്ക് വേണ്ടിയാണോ? ശുശ്രൂഷപരമായ കാര്യമാണോ? എന്തായാലും അവിടെ പൂരിപ്പിച്ച് പറയണം, കർത്താവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പറയാൻ കഴിയുമോ? വിശ്വാസവാക്ക്. ഒരു നല്ല പ്രാർത്ഥനാ മോഡൽ യേശു പഠിപ്പിക്കുകയാണ്. മുകളിലേക്ക് നോക്കുക, വിശ്വാസവാക്ക് പറയുക, എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു കർത്താവേ. എൻ്റെ തലമുറയെ ഉയർത്താനുള്ള എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു കർത്താവേ. രോഗസൗഖ്യത്തിനുള്ള എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഒരു പുറപ്പാടുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതിൻ്റെ അർത്ഥം നീ കൺഫേം ചെയ്യുകയാണ്, ദൈവം തന്നു. പ്രകാരം വാക്യം പറയുന്നു, വിശ്വാസത്തോടുകൂടെ നിങ്ങൾ എന്ത് യാചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ഇതൊക്കെ യേശുവിൻ്റെ പ്രാർത്ഥനാ വാഗ്ദത്തങ്ങളാണ്. കയറി പിടിച്ചോ. ഹല്ലേലൂയ. വീണ്ടും പറഞ്ഞു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് കിട്ടും. രാമൻ പറഞ്ഞാട്ടെ, നല്ല പ്രാർത്ഥന. ഉയരങ്ങളിലേക്ക് നോക്കുക, വിശ്വാസവാക്ക് പറയുക, കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പ്രവൃത്തികൾ ഓർക്കുക, വീണ്ടും വിളിക്കുക, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ. വീണ്ടും സംഭവിച്ച കാര്യം എന്താണ്? ലാസർ യേശുവിനൊപ്പം പന്തിക്കിരുന്നു. ഒരമ്മയും പറഞ്ഞാട്ട്, ഒരു സാധാരണ വീട്ടിലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു ആര്? ലാസർ. പക്ഷേ യേശു ആ വീട്ടിൽ വന്നപ്പോൾ, യേശുവിനെ ഉള്ളത്തിൽ കൈക്കൊണ്ടപ്പോൾ, നല്ല അംശം തിരഞ്ഞെടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഭാവിയിൽ ഉയർത്തെഴുന്നേറ്റ വ്യക്തിയായിട്ട് യേശുവിനൊപ്പം പന്തിക്കിരിക്കുവാൻ ആർക്ക് കൃപ കിട്ടി? ലാസറിന് കൃപ കിട്ടുവാനിടയായി. വീണ്ടും മറിയ യേശുവിനെ എന്ത് പൂശി? തൈലം പൂശി. സുഗന്ധം വർദ്ധിപ്പിക്കുന്ന സുഗന്ധം പൂശി നിലവാരങ്ങളിലേക്ക് മറിയ ഉയർത്തപ്പെട്ടു. തീർന്നില്ല, ഈ കുടുംബത്തെ ലോകം മുഴുവൻ അറിഞ്ഞു. എവിടെയോ എങ്ങോ ഒതുങ്ങിക്കിടന്നൊരു കുടുംബമാണിത്.
മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെയും കുടുംബം. പക്ഷേ യേശുവിനെ കൈക്കൊണ്ടപ്പോൾ, യേശുവിനെ ഉള്ളത്തിൽ കൈക്കൊണ്ടപ്പോൾ, നല്ല അംശം തിരഞ്ഞെടുത്തപ്പോൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന നിലവാരങ്ങളിലേക്ക് ആ കുടുംബം ഉയർത്തപ്പെട്ടു. ഇതാണ് ദൈവം വരുത്തുന്ന മാറ്റം. യേശു ഉള്ളത്തിൽ വന്നാൽ, യേശു വീട്ടിൽ വന്നാൽ വരുന്ന മാറ്റം എന്താണ്? നിന്റെ കുടുംബത്തെ ലോകം അറിയുകയാണ്. ചീഞ്ഞളിഞ്ഞു പോകുന്ന ഒരു കുടുംബമല്ല, ഒതുങ്ങുന്ന ഒരു കുടുംബമല്ല, സമർത്ഥപ്പെടുന്ന തകർക്കപ്പെടുന്ന ഒരു കുടുംബമല്ല, വളരുന്ന ഉയരുന്ന ഓരോ ദിവസവും വർദ്ധിക്കുന്ന ഒരു കുടുംബമായിട്ട് കുടുംബം മാറ്റപ്പെടുകയാണ്. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഒരു കാര്യം കൂടെ, അടയാളം സംഭവിച്ചു. അവിടെ വായിക്കുന്നു, അനേക യഹൂദന്മാർ യേശുവിൽ വിശ്വസിച്ചു. അടയാളം എന്താണ്? വിശ്വാസം മറ്റുള്ളവർക്ക് ലഭിക്കുന്നതാണ് അടയാളം. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു അത്ഭുതം ചെയ്തു. അത് അടയാളം എന്നാണ് പറയുന്നത്. കാര്യം എന്താണ്? ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിച്ചു. രണ്ടാമത്തെ അടയാളം എന്താണ്? രാജഭൃത്യന്റെ മകനെ യേശു വചനമയച്ച് സൗഖ്യമാക്കി. അവിടെ രാജഭൃത്യനും കുടുംബവും വിശ്വസിച്ചു. ഇവിടെ നടക്കുന്ന സംഭവം എന്താണ്? നോക്കുക, ഒരു വീട്ടിൽ ഉയർപ്പിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ യഹൂദന്മാർ പലരും യേശുവിൽ വിശ്വസിച്ചു. പ്രിയമക്കളെ, നിന്റെ ഉയർച്ച കണ്ടിട്ട് ചിലർ യേശുവിൽ വിശ്വസിക്കണം. ഒരാമയും പറഞ്ഞാട്ട്, നിന്റെ കുടുംബത്തിന്റെ ഉയർച്ച കണ്ടിട്ട് ചിലർ യേശുവിൽ വിശ്വസിക്കണം. നിന്റെ ബിസിനസിന്റെ വളർച്ച കണ്ടിട്ട് ചിലർ യേശുവിൽ വിശ്വസിക്കണം. നിന്റെ ഭവനം കണ്ടിട്ട് സമൂഹത്തിൽ നിന്റെ മാന്യത കണ്ടിട്ട്, നിന്റെ ആരോഗ്യം കണ്ടിട്ട് ചിലർ യേശുവിൽ ഇവൾ വിശ്വസിക്കുന്ന യേശുവിനെ എനിക്കും വേണം, ഇവൻ വിശ്വസിക്കുന്ന യേശുവിനെ എനിക്കും വേണം. ഇവനെ ഇത്രയും ഭംഗിയായി നടത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെ എനിക്കും വേണമെന്ന് ലോകം നിന്നെ നോക്കി പറയട്ടെ. ഹല്ലേലൂയ. അടയാളം സംഭവിക്കണം. ചോദിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതം കൊണ്ട് ഇതുവരെ അടയാളം സംഭവിച്ചിട്ടുണ്ടോ? ഒരു വ്യക്തിയെങ്കിലും ദൈവത്തിൽ വിശ്വാസമുള്ളവനായി മാറിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി. ഒരാമേൻ പറഞ്ഞാട്ടെ. കുറെ വീടുകൾ വെക്കുന്നതിലല്ല കാര്യം, കുറെ സ്ഥാനമാനങ്ങളല്ല കാര്യം, അടയാളം സംഭവിക്കണം. ചിലർ വിശ്വസിക്കണം, ഈ ദൈവം ജീവനുള്ള ദൈവം, ഈ ദൈവത്തെ സേവിച്ചാൽ ഈ ദൈവം ചാദിക്കുന്ന ദൈവമല്ല. കാണുവാൻ കണ്ണുള്ള ദൈവം, കേൾക്കുവാൻ ചെവിയുള്ള ദൈവം, പ്രവർത്തിക്കുവാൻ കരങ്ങളുള്ള ദൈവം, നടക്കുവാൻ കാലുകളുള്ള ദൈവം, മുൻകൂട്ടി മുൻനിർണയപ്രകാരം ചട്ടമായത് മുന്നൊരുക്കി കൊടുക്കുവാൻ കഴിവുള്ള ദൈവത്തെയാണ് ഇവൾ സേവിക്കുന്നത്. ഈ ദൈവത്തെ എനിക്കും വേണം. മുമ്പോട്ട് പോകട്ടെ. നോക്കുക, യേശു ആ വീട്ടിൽ വന്ന സമയത്തൊന്നും ആർക്ക് ദീനം വന്നില്ല? ലാസറിന് ദീനം വന്നില്ല. യേശു അല്പം അകലേക്ക് പോകേണ്ടി വന്നു. അതിന്റെ കാര്യം എന്നറിയാമോ? ഒരു ദിവസം യേശു ശലോമോന്റെ മണ്ഡപത്തിൽ നടക്കുകയാണ്. ആ നടക്കുന്ന സന്ദർഭത്തില് യേശു പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ഈ ശലോമോന്റെ മണ്ഡപത്തിൽ നടക്കുകയാണ്. നാളെ ഈ മണ്ഡപം ദൈവപ്രവൃത്തിക്ക് കാരണമാകണം. നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ റെഫറൻസ് എവിടാണ്? അതിന്റെ ഫലം കൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. യേശു ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നു. അല്പകാലം കഴിഞ്ഞപ്പോൾ ഒരു വലിയ സൗഖ്യം ആ മണ്ഡപത്തിൽ വെളിപ്പെടുവാനിടയായി. ഞാൻ വിശ്വസിക്കുന്നു, യേശു വെറുതെ നടക്കുകയല്ല. കർത്താവേ, ഞാൻ നടക്കുകയാണ്. ഭാവിയിൽ ഈ സ്ഥലം അനേക അത്ഭുതത്തിന് കാരണമാകട്ടെ. നീയും പ്രാർത്ഥിക്കണം. ഒരു വീട്ടിൽ പോകുമ്പോൾ, ഒരു റോഡിൽ കൂടെ പോകുമ്പോൾ, നീ കർത്താവേ, ഈ സ്ഥലം ഉണർവിന് കാരണമാകട്ടെ, ദൈവപ്രവൃത്തിക്ക്, യേശുവിൻ്റെ പ്രവൃത്തിക്ക് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ആ സ്ഥലത്ത് വലിയ ഉണർവുണ്ടാകും, വലിയ വിളവുണ്ടാകും, വലിയ വളർച്ചയുണ്ടാകും. പൈശാചിക ദർവാഴ്ചകൾ അവസാനിക്കും.
അബ്രഹാമിനെ പോലെ നെടുകയും കുറുകയും നടക്കുക. ഓ, വലത്തോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും നോക്കി നടക്കുക. നിന്റെ കാൽ ചവിട്ടുന്ന ദേശം നിന്റെ അവകാശം. ഹല്ലേലൂയ. യേശു നടക്കാൻ തുടങ്ങി. യഹൂദന്മാർ അവനെ വളഞ്ഞു. അവര് പറയാണ്, നീ ഞങ്ങളെ ആശിപ്പിക്കരുത്, നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറക. യേശു പറഞ്ഞു, എത്ര പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നില്ല. കാര്യം എന്താണ്? നിങ്ങൾ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ല. ഒരമ്മയും പറഞ്ഞാട്ടെ, നിങ്ങൾ എൻ്റെ ആടുകളായിരുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം കേൾക്കുമായിരുന്നു. My sheep hear my voice. I know them and they follow me. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. നിങ്ങൾ എൻ്റെ ആടുകളിലെ കൂട്ടത്തിലുള്ളവരല്ല. അവർക്ക് ദേഷ്യം വന്നു. യേശു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിവില്ല. വീണ്ടും പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ ആർക്കും കഴിവില്ല. അത്രയും കേട്ടു അവർ. അടുത്ത വാക്ക്, ഞാനും പിതാവും ഒന്നാകും. അവരെന്തെന്നറിയാമോ? കല്ലെറിയാൻ കല്ലെടുത്തു. പോക്കറ്റ് തന്നെ ഉണ്ട്, കല്ലുണ്ട്. എവിടെ ഉണ്ട്? പോക്കറ്റ് കിടപ്പുണ്ട്. അന്നത്തെ കാലത്ത് കല്ലെറിഞ്ഞു കൊല്ലുവാൻ അധികാരമുള്ള കാലമാണ്. വ്യഭിചാരത്തിൽ പിടിച്ചാൽ കല്ലെറിഞ്ഞു കൊല്ലാം. അതുകൊണ്ട് പോക്കറ്റിൽ എന്തോ ഉണ്ട്? ഒരു കൊച്ചു കല്ലെപ്പോഴും കാണും. അതെടുത്തു. കാര്യം എന്താണ്? അവർ പറഞ്ഞു, നീ മനുഷ്യനായിരിക്കെ നീ ദൈവമായിട്ട് മാറുകയാണ്. അവർക്കറിയത്തില്ല യേശു ആരാണെന്ന്, യേശുവിൻ്റെ പ്രവൃത്തി എന്താണ്, യേശുവിൻ്റെ അസ്തിത്വം എന്താണ്. ഇതൊന്നും അവർക്കറിയത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞപ്പോഴേ യേശു എന്ത് ചെയ്തു? ഒഴിഞ്ഞു മാറിപ്പോയി. എങ്ങോട്ട് പോയി? യോർദാൻ അക്കരെ, മുൻപ് സ്നാനപ്പെടുത്തിയ സ്ഥലത്തേക്ക് യേശു മാറിപ്പോയി. അല്പം ദൂരത്തേക്ക് പോയി. ആ സമയത്താണ് ദീനം എവിടെ വരുന്നത്? ലാസറിന്റെ വീട്ടിൽ വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, യേശുള്ള സമയത്തൊന്നും എന്തു വന്നില്ല? ദീനം വന്നില്ല. കാര്യം ദീനത്തിന് യേശുവിനെ ഭയമാണ്. മരണത്തിന് യേശുവിനെ ഭയമാണ്. അനർത്ഥോ ഇവിടെ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. വീട്ടിൽ യേശുണ്ടെങ്കിൽ രാഗം യേശുവിനെ ഭയക്കും. വീട്ടിൽ യേശുണ്ടെങ്കിൽ അനർത്ഥം യേശുവിനെ ഭയക്കും. ഹല്ലേലൂയ. യേശു ആ വീട്ടിലുള്ള സമയത്തൊന്നും എന്ത് വന്നില്ല? ദീനം വന്നില്ല. അതുകൊണ്ട് അവർ പറഞ്ഞത്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ല. അതവർ പറഞ്ഞത് അവിടെ അനുഭവമാണ്. മാർത്തയും പറഞ്ഞു, മറിയയും പറഞ്ഞു, അവിടെ അനുഭവമാണ്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഓ, എൻ്റെ വീട്ടിൽ യേശു ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ അനർത്ഥത്തിൽ അകപ്പെടുകയില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ യേശു ഉണ്ടായിരുന്നെങ്കിൽ ആ വിഷയം നടക്കത്തില്ല, വ്യവഹാരം നടക്കത്തില്ല, അനാരോഗ്യം നടക്കത്തില്ല, അനർത്ഥം നടക്കത്തില്ല, ബലഹീനതകൾ നടക്കത്തില്ല. വീണ്ടും മുമ്പോട്ട് പോകട്ടെ. നോക്കുക, യേശു അറിഞ്ഞിട്ടും വന്നില്ല. യേശു, നിങ്ങൾ വീട്ടിൽ പോയി ആ വേദഭാഗം വായിച്ചാൽ മതി. യോഹന്നാൻ 11-ാമത്തെ അധ്യായം. യേശു എന്തറിഞ്ഞു? ലാസർ ദീനമായി കിടക്കുന്നു അറിഞ്ഞിട്ടും എന്ത് ചെയ്തു? വന്നില്ല. എന്താ വരാഞ്ഞത്? എന്താ അവഗണിച്ചതാണോ? അല്ല. യേശുവിനകത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. എത്ര നാൾ കഴിഞ്ഞാലും അവനെ ഉയർപ്പിക്കാൻ എനിക്ക് കഴിയും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ വിഷയത്തിൽ നിന്നെ അവഗണിക്കുന്നവനല്ല യേശു. നിന്റെ പ്രാർത്ഥനയെ യേശു അവഗണിക്കുകയല്ല, നിന്നെ മറികടന്നു പോകുകയല്ല. ഒരു കാര്യം, അവന്റെ അകത്തൊരു വിശ്വാസമുണ്ട്. ഏതു സമയത്തും, എത്ര കാലം കഴിഞ്ഞാലും, എത്ര ദിവസം കഴിഞ്ഞാലും, എത്ര യാമം കഴിഞ്ഞാലും നിന്നെ സൗഖ്യമാക്കുവാൻ, ഉയർപ്പിക്കുവാൻ യേശുവിന് കഴിവുണ്ട്. ആത്മവിശ്വാസവും യേശുവിനുണ്ട്. നീ ഭാരപ്പെട്ടു പോകരുത്. നിനക്ക് വേണ്ടിയുള്ളൊരു 4-ാം ദിവസം വരുന്നുണ്ട്.
ഒരാമയം പറഞ്ഞാട്ടെ. ഓ, നിനക്ക് വേണ്ടി ഒരു വിടുതലിന്റെ ദിവസം അവൻ 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 ഒരുക്കിയിട്ടുണ്ട്. യുവർ ഡ്യൂ സീസൺ ഈസ് കമ്മിങ്. യുവർ ഡ്യൂ സീസൺ ഈസ് കമ്മിങ്. ഭാരപ്പെട്ടു പോകരുത്. അവഗണിക്കുകയല്ല, മറന്നതല്ല. ഒരു ശ്രേഷ്ഠമായ വിടുതലിനായിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുകയാണ്. ലോകം മുഴുവൻ അറിയുന്ന ഒരു വിടുതലിനായിട്ട്, ലോകം മുഴുവൻ അറിയുന്ന ഒരു സൗഖ്യത്തിനായിട്ട്, ഒരു അസാധാരണ സൗഖ്യത്തിനായിട്ട് അവൻ കാര്യങ്ങളെ ക്രമീകരിക്കുകയാണ്. നോക്കുക, അവിടെ യേശു പറയുകയാണ്, ഞാൻ എൻ്റെ സ്നേഹിതനെ ഉണർത്തുവാൻ പോകുന്നു. അവൻ എന്ത് ചെയ്യാണ്? നിദ്ര കൊള്ളുകയാണ്. യേശുവിൻ്റെ ഭാഷ നോക്കുക, വിശ്വാസത്തിൻ്റെ ഭാഷ. പക്ഷേ 12 പേര് പല വർഷങ്ങളായിട്ട് കൂടെ നടക്കുന്നു. ഇന്ന് വരെയും അവർക്ക് ആ ഭാഷ മനസ്സിലായിട്ടില്ല. പേര് ചോദിച്ചാൽ ശിഷ്യന്മാരാണ്, പക്ഷെ അവർക്ക് ആ ഭാഷ, യേശു പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഷയാണ്. നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, ഞാൻ അവനെ ഉണർത്തുവാൻ. ശിഷ്യന്മാർ പറഞ്ഞത് എന്താണ്? കർത്താവേ, അവൻ ഉറങ്ങുകയാണെങ്കിൽ അവന് സൗഖ്യം വരും. അപ്പോൾ യേശുവിന് മനസ്സിലായി. എന്ത് മനസ്സിലായി? യേശുവിൻ്റെ വിശ്വാസ ഭാഷയിലേക്ക് ഉയരാൻ ആർക്ക് കഴിയുന്നില്ല? ശിഷ്യന്മാർക്ക്. അതുകൊണ്ട് അവരുടെ നിലവാരത്തിലേക്ക് ആര് താണു? പ്രിയമക്കളെ, ഒരിക്കലും നമ്മുടെ നിലവാരങ്ങളിലേക്ക് യേശുവിനെ താഴ്ത്തിക്കൊണ്ട് വരരുത്. നമ്മുടെ അവിശ്വാസ നിമിത്തം നമ്മളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി യേശുവിനെ നമ്മുടെ നിലവാരങ്ങളിലേക്ക് താഴ്ത്തരുത്. യേശുവിൻ്റെ നിലവാരങ്ങളിലേക്ക് നാം ഉയർത്തപ്പെടണം. യേശുവിൻ്റെ വിശ്വാസ ഭാഷ മനസ്സിലാക്കി. എത്ര പേർ മനസ്സിലാക്കുന്നു? വിശ്വാസത്തിന്റെ ദൂത്. യേശു പറയുന്നത് വിശ്വാസത്തിന്റെ ദൂതാണ്. യേശു സംസാരിക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഷയാണ്. സ്നേഹിതൻ നിദ്ര കൊള്ളുകയാണ്. അവൻ മരിച്ചിട്ടില്ല, ചീഞ്ഞളിഞ്ഞിട്ടില്ല. ഞാൻ അവനെ ഉണർത്തുവാൻ പോകുകയാണ്. വരും ദിവസങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ബിസിനസ്സിന് ചത്തുവെന്ന് ലോകം പറയുന്നു, പക്ഷേ അത് ഉറങ്ങിക്കിടക്കുന്നുവെന്ന് യേശു പറയും. അതിനെ ഉണർത്തുവാൻ പോകുകയാണ്. തലമുറ ചത്തുവെന്ന് ലോകം പറയട്ടെ, യേശു അതിനെ നിസ്സാരമായി ഉണർത്തുവാൻ പോകുകയാണ്. ഭാവി നഷ്ടമായെന്ന് ലോകം പറയട്ടെ, യേശു പറയുന്നു, ഇല്ല, ഉറങ്ങുകയാണ്. ഉണർത്തുവാൻ എനിക്ക് ശക്തിയുണ്ട്. ഒരാമയം പറഞ്ഞാട്ടെ. നിന്റെ ഭാവിയെ ഉണർത്തുവാൻ എനിക്ക് ശക്തിയുണ്ട്. നിന്റെ കുടുംബത്തെ ഉണർത്തുവാൻ എനിക്ക് ശക്തിയുണ്ട്. ഓ, നിന്റെ ആയുസ്സിനെ നീട്ടുവാൻ എനിക്ക് ശക്തിയുണ്ട്. നിന്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുവാൻ എനിക്ക് ശക്തിയുണ്ട്. നിന്റെ കുടുംബത്തെ പണിയുവാൻ എനിക്ക് ശക്തിയുണ്ട്. നിന്റെ പാരമ്പര്യ ശാപങ്ങളെ മുറിച്ച് നിന്റെ അത്ഭുത വിഷയമാക്കുവാൻ എനിക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് ഭാരപ്പെട്ടു പോകരുത്. യേശു പറഞ്ഞു, ലാസർ മരിച്ചു, എന്നാൽ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് നാം അങ്ങോട്ട് പോവുകയാണ്. എന്തിനെ? ലാസറിനെ ഉയർപ്പിക്കാൻ. ഒരുത്തൻ പറയുക, അവനോട് കൂടെ ചാവാൻ നാമും. ഇങ്ങനെയുള്ളത് പലതും എവിടെ ഉണ്ട്? ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, അതുകൊണ്ട് യേശുവിൻ്റെ പ്രവൃത്തി തടയപ്പെട്ടോ? ഓ, കുറെ കൊണപ്പെടാത്തവന്മാർ കൂടി ഇരിക്കുന്ന, ഞാൻ അങ്ങോട്ട് ഉയർപ്പിക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞു യേശു. യേശു അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് വിശ്വാസ പാതയിൽ ചുവടുകൾ മുന്നോട്ട് വെച്ചു. നിന്റെ ജീവിതത്തിലും മുമ്പോട്ട് പോകുമ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ കാണും. ഒന്നും നടക്കത്തില്ല, ഇത് വെറുതെയാ എന്ന് പറഞ്ഞ് നിന്റെ വിശ്വാസത്തെ തണുപ്പിക്കുന്ന, തകർക്കുന്ന ശക്തികളെ കാണും. ഭാരപ്പെട്ടു പോകരുത്. യേശുവിനൊപ്പം ചുവടുകൾ മുന്നോട്ട്. ഒരു വലിയ വിടുതൽ വരുന്നുണ്ട്, ഒരു വലിയ ദൈവപ്രവൃത്തി വരുന്നുണ്ട്. മനുഷ്യൻ പറയുന്ന വാക്ക് കേട്ട് നിരാശപ്പെട്ടു പോകരുത്. നിന്നെ ഒതുക്കരുത്. യേശു അതൊന്നും ഗവനിച്ചില്ല. അവനങ്ങോട്ട് പോയി, ലാസറിന്റെ വീട്ടിലേക്ക് പോയി. ആരോടി വന്നു? മാർത്ത ഓടി വന്നു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഇല്ല, നിന്റെ സഹോദരനെ ഞാൻ ഉയർപ്പിക്കും. അറിയാം കർത്താവേ, ഒടുക്കത്തെ നാളിൽ. കാര്യം എന്താണ്?
വചനം നന്നായിട്ട് ഗ്രഹിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? ഒന്നാമത്തെ ഉയർപ്പ് നീതിമാന്മാരുടെ ഉയർപ്പാണ്. ഒടുക്കത്തെ ഉയർപ്പ് ദുഷ്ടന്മാരുടെ ഉയർപ്പാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. രണ്ട് ഉയർപ്പുകളുണ്ട്. ക്രിസ്തുവിൽ മരിക്കുന്നവർ ആദ്യം ഉയർക്കും. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. അവന് മേൽ രണ്ടാം മരണത്തിന് അവകാശമില്ല. നാം ആരാണ്? ക്രിസ്തുവിൽ മരിക്കുമെങ്കിൽ ഒന്നാം പുനരുത്ഥാനത്തിന് യോഗ്യരാണ് നമ്മൾ. ഒരാമേൻ പറഞ്ഞാട്ട്. അത് നീതിമാന്മാരുടെ പുനരുത്ഥാനമാണ്. മാർത്തേ, ഞാൻ ലാസറിനെ കണ്ടിരിക്കുന്നത് ദുഷ്ടനായിട്ടല്ല. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നു? വിശ്വാസദൂത്. ഓ മാർത്തയെ, ഞാൻ ലാസറിനെ കണ്ടിരിക്കുന്നത് ദുഷ്ടനായിട്ടല്ല. എന്നോടൊപ്പം വസിച്ചപ്പോൾ, എന്നോടൊപ്പം പാർത്തപ്പോൾ കൃപ അവനിൽ വ്യാപരിച്ചിട്ട് അവൻ നീതിമാനായി മാറി. എന്റെ വചനങ്ങൾ അവനിൽ ക്രിയകൾ ചെയ്തു, വൻ ക്രിയകൾ ചെയ്തു. അവന്റെ സ്റ്റാറ്റസ് ദുഷ്ടനെന്നല്ല, അവന്റെ സ്റ്റാറ്റസ് എന്റെ സ്നേഹിതനെന്നാണ്, എനിക്ക് പ്രിയനായ. അതുകൊണ്ട് അവന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത് ഒടുക്കത്തെ പുനരുത്ഥാനമല്ല, ഒന്നാമത്തെ പുനരുത്ഥാനമാണ്. പ്രിയമക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത് ഒടുക്കത്തെ പുനരുത്ഥാനം. എന്താണ് ഭാവി പ്രത്യാശ? ചുരുക്കി പറയാം. നമ്മുടെ കർത്താവ് താമസമീന മേഘത്തിൽ വരും. അവന്റെ വാഗ്ദത്തം എന്താണ്? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മേഘങ്ങളിൽ ഇറങ്ങി വരും. അന്ന് ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനെ സ്വീകരിപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അത് ഒന്നാമത്തെ പുനരുത്ഥാനം. അത് കഴിഞ്ഞ് 7 വർഷം എന്താണ്? മണിയറവ. ശ്രദ്ധിച്ചു കേൾക്ക്. എന്താണ് നിനക്ക് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്? ഈ ആയുസ് താൽക്കാലികമാണ്. കൂടിപ്പോയാൽ 120. മോശയുടെ വാക്ക് കേട്ടാൽ 70 അല്ലെങ്കിൽ 80. ദൈവം പറഞ്ഞു 120 ആയിക്കോട്ടെ. അത് വേഗത്തിൽ ഓടിപ്പോകുമെന്നാണ് പറയുന്നത്. നിത്യമായ കാര്യം എന്താണ്? ഹല്ലേലൂയ. നിന്റെ ആയുസ് 120 അല്ല, ക്രിസ്തുവിൽ നിന്റെ ആയുസ് നിത്യമായ ആയുസ്. മരണമില്ലാത്തവൻ നിത്യയുഗങ്ങൾ യേശുവിനൊപ്പം പാർക്കുവാൻ വേണ്ടിയാണ് നീ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചത്. ഓ, ഒന്നാം പുനരുത്ഥാനത്തിന് നീ യോഗ്യനായി മാറുകയാണ്. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർക്കും. അത് കഴിയുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്ക്. 7 വർഷം മണിയറവാസം. എവിടെ? മധ്യാകാശത്തിൽ. അതിൽ 3.5 വർഷം നല്ല കാലം, 3.5 വർഷം പീഡാകാലം. എവിടെ? ഭൂമിയിൽ. ആദ്യത്തെ 3.5 വർഷം അന്തിക്രിസ്തുവിന്റെ സഹായത്തോടുകൂടെ യഹൂദൻ ഇസ്രായേലിൽ പള്ളി പണിയും. 3.5 വർഷം കഴിയുമ്പോൾ പള്ളി പണി പൂർത്തിയാകുമ്പോൾ അന്തിക്രിസ്തു ഒരു ഡിമാൻഡ് വെക്കും. എൻ്റെ ഒരു വിഗ്രഹം കൂടെ എവിടെ വെക്കണം? യെരുശലേം ദേവാലയത്തിൽ വെക്കണം. അവർ പറയും, നോ, ഞങ്ങൾ വിഗ്രഹാരാധികളല്ല, ഞങ്ങൾക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ. ഒരു വിഗ്രഹത്തിലും നിങ്ങളുടെ ആലയത്തിൽ സ്ഥാനമില്ല. അവിടെ ക്ലാഷ് ആരംഭിക്കും. അടുത്ത 3.5 വർഷക്കാലം 40-ലധികം പീഡകൾ യഹൂദൻ ആര് ചെയ്യും? അന്തിക്രിസ്തു ചെയ്യും. 7-ാം വർഷത്തെ അവസാനത്തിൽ 40-ാമത്തെ പീഡ കഴിയുമ്പോൾ യഹൂദൻ എങ്ങോട്ട് നോക്കും? കുത്തിയവങ്കലേക്ക് നോക്കും. അന്ന് യേശു സഭയുമായിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വരും. അവന്റെ പാദം ഒലൂമലയിൽ ചവിട്ടുമ്പോൾ ഒലൂമല 2ആയി പിളരും. അവിടെ ഒരു താഴ്വരയുണ്ടാകും. അവിടെ വെച്ച് പിശാചിനോട് പോരാടി അന്തിക്രിസ്തുവിനെ ബന്ധിച്ച് യേശു 1000 ആണ്ട് രാജാവായി വാഴും. അത് കഴിയുമ്പോൾ വീണ്ടും പിശാചിനെ അഴിച്ചുവിടും.
വീണ്ടും യുദ്ധത്തിൽ എന്നും ജയാളിയാകുന്ന ദൈവം അന്നും ജയാളിയാകും. പിശാചിനെയും കള്ളപ്രവാചനെയും ബന്ധിച്ചിട്ട് അന്ത്യ ന്യായവിധിക്ക് വേണ്ടി കാര്യങ്ങളെ ക്രമീകരിക്കും. അതാണ് വെള്ളസിംഹാസന ന്യായവിധി. അന്ന് എല്ലാവരും ഉയർക്കും. അതാണ് അവസാനത്തെ പുനരുത്ഥാനം. അന്ന് ദുഷ്ടന്മാരും എല്ലാവരും ഉയർക്കും. ഉയർത്തിട്ട് ഒരു വെള്ളസിംഹാസന ന്യായവിധിയുണ്ട്. ചോദിക്കും, ദൈവത്തെ അറിഞ്ഞവരാണോ അല്ലയോ ചോദിച്ച് അവിടെ വ്യക്തമായിട്ട് കോടതി പ്രവൃത്തി നടത്തിയിട്ട് എന്ത് ചെയ്യും? തെറ്റ് ചെയ്തവരെ ദൈവവുമായി ബന്ധമില്ലാത്തവരെ എങ്ങോട്ടയക്കും? ഇടത്തോട്ട്, മറ്റുള്ളവരെ വലത്തോട്ട്. വലത്തും ഇടത്തുമായി തിരിക്കും. വലത്തുള്ളവർക്ക് നിത്യസ്വർഗം, ഇടത്തുള്ളവർക്ക് നിത്യനരകം. ഇതാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. ഒരാമേൻ പറഞ്ഞാട്ട്. പക്ഷേ ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് നിത്യസ്വർഗമാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ ജീവിതകാലത്ത് ഈ കൊച്ചായുസിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച നിനക്ക് വേണ്ടി വെള്ളസിംഹാസനം ഒരുക്കുന്നത് നിത്യനരകമല്ല, നിത്യസ്വർഗമത്രേ. ഇതത്രേ നിന്റെ ഭാവി പ്രത്യാശ. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. മാർത്തയെ, ഒടുക്കത്തെ നാളിലല്ല, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ഈ ലാസറിനെ ഉയർപ്പിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. കാരണം എന്താണ്? ഈ ലാസർ ജീവിച്ചപ്പോൾ എനിക്കൊപ്പം ജീവിച്ചു. എന്നെ അവൻ ഹൃദയത്തിൽ ഉൾക്കൊണ്ടു. ഞാനുമായി നല്ല ബന്ധം പുലർത്തി. ഞാൻ കൊടുത്ത നല്ല അംശം സ്വീകരിച്ച് അവൻ വളർന്നു. എന്റെ സ്നേഹിതൻ എന്ന സ്റ്റാറ്റസിലേക്ക് ഉയർത്തപ്പെട്ടെങ്കിൽ അവന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത് ഒടുക്കത്തെ പുനരുത്ഥാനമല്ല, ഒന്നാമത്തെ പുനരുത്ഥാനമാണ്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. മക്കളെ, നമ്മുടെയൊക്കെ സ്റ്റാറ്റസ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ ഉയർത്തപ്പെടാൻ വേണ്ടിയാണ്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കട്ടെ. നോക്കുക, ഒരു കാര്യം ഞാൻ പറയട്ടെ. ആ വീട്ടിൽ ഒരു മരണം നടക്കുകയാണ്. ആ വീട്ടിൽ ഒരു പ്രയാസം വരികയാണ്. ഇത് ആർക്ക് മുന്നമേ അറിയാം? യേശുവിന് അറിയത്തില്ലേ? ആരാണ് യേശു? സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ്. എത്രയോ പ്രാവശ്യം ആ വീട്ടിൽ നല്ല അംശം കൊടുത്തു. ഒരു പ്രാവശ്യം പറഞ്ഞോ, പിന്നെ ഞാൻ സൂചിപ്പിക്കുകയാണ്, ഞാൻ അല്പം മാറി നിൽക്കുമ്പോൾ ഒരു പ്രയാസം ഇവിടെ വരാൻ സാധ്യത. പറഞ്ഞോ? എന്തുകൊണ്ട് പറഞ്ഞില്ല? അതൊരു ചിന്തയാണ്. യേശുവിന് അത് നിസ്സാരമായി പരിഹരിക്കാൻ കഴിയുമെന്ന് യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഒരമയം പറഞ്ഞാട്ടെ. ആ വീട്ടിൽ വരാനിരിക്കുന്ന വിഷയത്തിന് നിസ്സാരമായി പരിഹാരം കൊടുക്കുവാൻ, അത് ഒന്നാറ്റം വെച്ച അവസ്ഥയിലാണെങ്കിലും, കല്ലറയ്ക്കകത്താണെങ്കിലും, 4-ാം ദിവസമാണെങ്കിലും അത്ഭുതം ചെയ്ത് അവനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുമെന്ന് നല്ല കോൺഫിഡൻസ് യേശുവിനുണ്ട്. അതുകൊണ്ട് ഒരു സൂചനയും യേശു കൊടുത്തില്ല. മക്കളെ, ഈ സൂചനയ്ക്ക് വേണ്ടി പോകല്ലേ. ആൾക്കാർ ഫോൺ വിളിക്കും, പാസ്റ്ററെ ഒന്ന് നോക്കി പറയണേ, വല്ല കുഴപ്പമുണ്ടോ? മക്കളെ, കുഴപ്പമുണ്ടോ? കുഴപ്പം. പക്ഷെ ഒരു പരിഹാരകനുണ്ട്. ഒരമയം പറയാൻ കഴിയുമോ? വിഷയങ്ങളില്ലെന്നല്ല, ഒരു പരിഹാരങ്ങളുണ്ട്. രോഗമില്ലെന്നല്ല, തടസ്സമില്ലെന്നല്ല, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒരു പരിഹാരം. അതുകൊണ്ട് ചോദിച്ചു നടക്കല്ലേ. അയ്യോ പാസ്റ്റർ ഒന്ന് നോക്കി പറയണേ, അത് ശരിയാണോ, ഇത് ശരിയാണോ? മക്കളെ, ഒന്നും നോക്കണ്ട. എല്ലാത്തിനും എൻ്റെ യേശുവിൻ്റെ കയ്യിൽ പരിഹാരമുണ്ട്. ഇസ്രായേൽ മക്കളെ ദൈവം നടത്തി മരുഭൂമിയിലൂടെ. ദൈവം പറഞ്ഞോ, മുമ്പോട്ട് പോകുമ്പോഴേ ഒരു വൻകടലുണ്ട്, പറഞ്ഞോ. പിന്നെ അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഒരു യോർദാനുണ്ട്, പറഞ്ഞോ. പിന്നെ ഒരു വൻ മതിലുണ്ട്, പറഞ്ഞോ. ഒന്നും പറഞ്ഞില്ല.
കാര്യം എന്താണ്? ഇതിനെയൊക്കെ മറികടത്തുവാൻ, ഇതിനെയൊക്കെ അതിജീവിപ്പിക്കുവാൻ ദൈവത്തിന് കഴിവുണ്ട്. തൻ്റെ ജനത്തെ കടലിന് നടുവിൽ കൂടെ വഴിയൊരുക്കി, ഉണങ്ങിയ സ്ഥലമൊരുക്കി നടത്തുവാൻ ദൈവത്തിന് കഴിവുണ്ട്. നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന യോർദാനെ രണ്ടായി പിരിച്ച് നല്ല നിലത്തൂടെ നടത്തുവാൻ ദൈവത്തിന് കഴിവുണ്ട്. വൻമതിലാകുന്ന എരിഹോ മതിലിനെ തകർത്തുകൊണ്ട് വഴികളെ തുറക്കുവാൻ ദൈവത്തിന് കഴിവുണ്ട്. പാറയെ മധുരമാക്കുവാൻ അവന് കഴിവുണ്ട്. ഒന്നും കേൾക്കാൻ പോകണ്ട. മാനുഷിക ആലോചനയല്ല വേണ്ടത്, ദൈവപ്രവൃത്തിയാണ് വേണ്ടത്. ഒരമ്മയും പറഞ്ഞാട്ടെ, അവന് ഇവന് വന്ന് അതും ഇതുമൊക്കെ പറയും. അത് കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോയാൽ വിശ്വാസ ജീവിതം അപകടത്തിലാണ്. യേശു പറയുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? Is anything too hard for the Lord? എല്ലാം ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട്. തലമുറയുടെ വിഷയത്തിൽ നീ ഒന്നും ഭാരപ്പെടേണ്ട. മുമ്പോട്ട് ചുവടുകൾ, മുമ്പോട്ട് നീ ചെയ്യേണ്ട കാര്യം പ്രാർത്ഥന കുറയ്ക്കരുത്. നീ ചെയ്യേണ്ട കാര്യം യേശുവിനെ വീട്ടിൽ കൈക്കൊള്ളണം. നീ ചെയ്യേണ്ട കാര്യം എന്താണ്? നല്ല അംശം, നല്ല വിശ്വാസമാകുന്ന, ഭാവി പ്രത്യാശയാകുന്ന നല്ല അംശം നീ തിരഞ്ഞെടുക്കണം. ദൈവമായുള്ള ബന്ധം അത് വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകണോ? കർത്താവിന്റെ വേലയിൽ തുടരണം. ഒന്നും അസാധ്യമല്ല, ഒന്നും തടസ്സമല്ല, ഒന്നും നഷ്ടമല്ല, ഒന്നും വേദനയല്ല. നിനക്ക് വേണ്ടി അത്ഭുത വഴികൾ തുറക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവ് നിനക്ക് വേണ്ടി മാത്രമായി അത്ഭുത വഴികളെ തുറക്കൂ. കരങ്ങളെ തൊട്ടി ഹല്ലേലൂയ. യേശു കല്ലറയിലേക്ക് വന്നു, മറിയയും വന്നു. നോക്കിയപ്പോൾ എല്ലാവരും കരയുകയാണ്. യഹൂദന്മാർ കരയുന്നു, മറിയ കരയുന്നു. മാർത്തയുടെ വർത്തമാനം കേട്ടൊന്നും കരച്ചിൽ വന്നില്ല. ആർക്ക്? യേശുവിന്. നല്ല അംശം തിരഞ്ഞെടുത്തവൾ കരഞ്ഞപ്പോൾ യേശു കൂടെ കരഞ്ഞു. നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ കരഞ്ഞപ്പോൾ യേശു കൂടെ കരഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ഞാൻ ചോദിക്കട്ടെ സഹോദരി, നല്ല അംശം തിരഞ്ഞെടുത്തവളാണോ? ആണെങ്കിൽ നീ കരയുമ്പോൾ യേശു കൂടെ കരയും. നീ കരയുമ്പോൾ യേശു കൂടെ കരയും. നിന്റെ കണ്ണുനീരിനെ അവഗണിക്കുന്നവനല്ല യേശു. അവന്റെ ഉള്ളം നൊന്തു കലങ്ങൂ. കാരണം അവൻ മനസ്സലിവുള്ളവനാണ്, കരുണാമയനാണ്, അർത്ഥതയുള്ളവനാണ്. യേശുവിന്റെ ഉള്ളം നൊന്തു കലങ്ങി. പക്ഷേ നിലവിളിച്ച കടന്ന് വിളിച്ച, പക്ഷെ കണ്ണുനീർ വാർത്തു. പടവിളിയില്ല, നിലവിളിയില്ല. പക്ഷേ ദുഃഖിക്കുന്നവർക്കൊപ്പം ദുഃഖിക്കുന്ന യേശു, കരയുന്നവർക്കൊപ്പം കരയുന്ന യേശു. എന്തിന്? ആശ്വാസം നൽകുവാൻ, എന്തിന്? കണ്ണുനീർ തുടയ്ക്കുവാൻ, എന്തിന്? ഉയർപ്പിക്കുവാൻ, എന്തിന്? നഷ്ടപ്പെട്ടതിനെ മടക്കി വാങ്ങി തരുവാൻ, എന്തിന്? നിന്നെ അത്ഭുത വിഷയമാക്കാൻ, എന്തിന്? ഭാവിയെ ധന്യമാക്കാൻ. നിനക്കൊപ്പം കരഞ്ഞിട്ട് അവിടെ കരച്ചിൽ അവൻ ഒതുങ്ങുകയല്ല, മുമ്പോട്ട് കല്ലു നീക്കുവീൻ. ഒരു മുതലക്കണ്ണീരും വീഴ്ത്തി. നമ്മുടെയൊക്കെ ബന്ധുക്കളെ വരത്തില്ലേ, ഒരു പ്രയാസം വരുമ്പോഴത്തേക്ക്, അയ്യോ മോളെ സങ്കടമുണ്ട് കേട്ടോ മോള്, ഒരു 50 രൂപ കാശ് പോലും തരാതെ എന്ത് ചെയ്യും അവിടുന്ന്? അല്ലേ സംഭവമല്ലേ? കഷ്ടപ്പെടുക, ബുദ്ധിമുട്ടുക. എന്നാൽ മോളെ ഇതിരിക്കട്ടെ മോളെ, നിന്റെ കഷ്ടപ്പാടിൽ ആശ്വാസമായിട്ട് എൻ്റെ കയ്യിൽ ഞാൻ മാറ്റി വെച്ചിരുന്ന അല്പം പണമുണ്ട്, ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാനെങ്കിൽ ചെയ്യ്.
കൊടുക്കുകയാണോ? ഒരു മുതലക്കണ്ണീരും വീഴ്ത്തിയിട്ട് പൊടിയും തട്ടി പോകും. ഓർപ്പ പോയതല്ലേ, കെട്ടിപ്പിടിച്ചു, പൊട്ടിക്കരഞ്ഞു, വിട്ടുപിരിഞ്ഞു. ആരാണ്? ഓർപ്പ. നവോമി പറഞ്ഞു, ഇനി എൻ്റെ വയറ്റിൽ ആരില്ല, നിങ്ങൾക്ക് ഭർത്താവായിരിക്കാൻ മക്കള്. ഇനി അങ്ങനെ ആശ ഉണ്ടായിട്ട് ഇന്ന് തന്നെ ഒരു കല്യാണം കഴിച്ചാലും അവർ വരും വരെ നിങ്ങൾ കാത്തിരിക്കുമോ? അവന് വീട്ടിൽ പോ, വീട്ടിൽ പോയിക്കോ. രൂത്ത് പോയില്ല. ആര് പോയി? ഓർപ്പ. അവളെ കെട്ടി അങ്ങ് പിടിച്ചു, പൊട്ടി അങ്ങ് കരഞ്ഞു, വിട്ടങ്ങ് പിരിഞ്ഞു. രൂത്ത് പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ പറക്കുന്നിടത്ത് ഞാനും പറക്കും. നീ സേവിക്കുന്ന ദൈവം എനിക്ക് വേണം. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ദേവന്മാരെ സേവിച്ചു, അവരെ ചതിച്ചു. എന്റെ അമ്മായിയപ്പനെ കൊന്നു, എന്റെ ഭർത്താവിനെ കൊന്നു, എന്റെ സഹോദരിയുടെ ഭർത്താവിനെ കൊന്നു. ആ ദേവന്മാരെ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് ബേത്ലഹേമിനെ വീണ്ടും പണിയുന്ന, അപ്പത്തിന്റെ ഭവനത്തെ വീണ്ടും പണിയുന്ന, ശാപങ്ങളെ ക്ഷേമമാക്കി മാറ്റുന്ന ദൈവത്തെയാണ് എനിക്ക് വേണ്ടത്. നിന്റെ ജനം എന്റെ ജനം, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. മടങ്ങി വരട്ടെ. യേശു മുതലക്കണ്ണീർ വീഴ്ത്തി മടങ്ങിപ്പോയില്ല. അവൻ പറഞ്ഞു, കല്ലു നീക്കുവീൻ, കല്ലു നീക്കുവീൻ, ഇടർച്ചകൾ മാറ്റുവീൻ, തടസ്സങ്ങൾ മാറ്റുവീൻ, പ്രാർത്ഥന കുറവാകുന്ന കല്ല് നീക്കുവീൻ, വിഷാദ ഭാവമാകുന്ന കല്ല് നീക്കുവീൻ, സംശയമാകുന്ന കല്ല് നീക്കുവീൻ. എനിക്ക് പ്രവൃത്തിയുണ്ട്. വാർത്ത പറയുന്നു, വീണ്ടും കർത്താവേ 4 ദിവസമായി നാറ്റം വെച്ചു. പെണ്ണുമ്പിള്ളേ ഒന്ന് വായടക്ക. യേശുവിന് ദേഷ്യം വന്നൂടെ? യേശുവിന് അതാ വാക്യത്തിലുണ്ട്. യേശുവിന് എന്ത് വന്നു? പെണ്ണുമ്പിള്ളേ ഞാൻ കൂട്ടിച്ചേർക്കുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മകൻ കാണുമെന്ന് ഞാൻ നിന്നോട്. അതൊരു ദേഷ്യഭാവം കാണുന്നില്ലേ? വിശ്വസിച്ചാൽ മഹത്വം കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? എത്ര വട്ടം വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, നീ ചപ്പാത്തി വരത്താൻ നടന്നു. മറിയ അത് ശ്രദ്ധിച്ചു കേട്ടു. അതുകൊണ്ടാണ് അവൾ ആവലാതി പറയാത്തത്, അതുകൊണ്ടാണ് അവൾ നാറ്റം വെച്ചു എന്ന് പറയാത്തത്. ഞാൻ പറഞ്ഞില്ലേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. സഹോദരി, ദുഃഖിക്കാൻ വരട്ടെ, ഭാരപ്പെടാൻ വരട്ടെ. യേശു പറഞ്ഞില്ലേ, പല ഞായറാഴ്ചകളിൽ ആലയത്തിൽ വന്നപ്പോൾ യേശു പറഞ്ഞില്ലേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. വിശ്വസിച്ചാൽ നീ എന്തുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല? യേശു മുമ്പോട്ട് പോയി പറഞ്ഞു, കല്ലു നീക്കുവീൻ. ഹല്ലേലൂയ. പ്രിയമക്കളെ, നിന്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉയർക്കുന്ന കാര്യത്തിൽ നിങ്ങളുടെ അയൽക്കാർക്കോ ബന്ധുക്കൾക്കോ താല്പര്യമില്ല. മനസ്സിലായോ? ഹല്ലേലൂയ. നീ വളരുന്ന കാര്യത്തിൽ അയൽക്കാർക്കോ ബന്ധുക്കൾക്കോ താല്പര്യമില്ല. നിന്റെ കാശ് മാത്രം മതി. നിന്റെ പേഴ്സ് കനത്തിരുന്നാൽ അവർക്ക് സന്തോഷമാണ്. അത് ഒഴിയുമ്പോൾ നിന്നെയും അവർ ഒഴിവാക്കും. യേശു അങ്ങനെയല്ല. യേശു അങ്ങനെയല്ല. അവൻ്റെ താല്പര്യം, നീ അവനുമായി നല്ല ബന്ധമുണ്ടെങ്കിൽ ഏത് കാലത്തും നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമെന്നാണ് എൻ്റെ യേശുവിൻ്റെ താല്പര്യം. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുക. ലോകം പകക്കട്ടെ, ലോകം എന്തും പറയട്ടെ, നാറ്റം വെച്ചു എന്ന് പറയട്ടെ, ഇനി ഒരു സാവകാശമില്ലെന്ന് പറയട്ടെ, ശപിക്കപ്പെട്ട ജീവിതമെന്ന് പറയട്ടെ, ഒഴിവാക്കാൻ പറയട്ടെ, പറഞ്ഞയക്കാൻ പറയട്ടെ, നീ ഭാരപ്പെടണ്ട. യേശുവിൻ്റെ താല്പര്യം, യേശു വന്നത് കല്ലറയ്ക്ക് മുമ്പിൽ നിന്ന് കരയുവാനല്ല, കല്ല് മാറ്റിയിട്ട് മരിച്ചവനെ വിളിച്ചിറക്കുവാൻ വേണ്ടിയാണ്, നഷ്ടപ്പെട്ടതിനെ വിളിച്ചിറക്കുവാൻ വേണ്ടിയാണ്, മറവിടങ്ങളെ ഗുപ്തനിധികളെ വിളിച്ചു പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. വേണമെങ്കിൽ പറഞ്ഞു കാണും, യേശു വിളിച്ചു, എന്താ ലാസറേ? അതിനുമ്പ് എന്ത് ചെയ്തു? യേശു മേപ്പോട്ട് നോക്കി
പറഞ്ഞു, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ. പ്രിയമക്കളെ, നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും ഈ വാക്കുകൾ ഉൾപ്പെടുത്തണം. വലിയ വിടുതലാ, പക്ഷെ ഭയങ്കര പ്രയാസമാണ്. ചില കാര്യങ്ങൾ പറയാനും പ്രാർത്ഥിക്കാനും ഭയങ്കര പ്രയാസമാണ്. ഒരു വലിയ വിശ്വാസവാക്ക് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു. എന്നറിയാമോ? ഞാൻ തൊടുന്ന എല്ലാറ്റിലും എനിക്ക് അനുഗ്രഹം കൽപ്പിക്കുന്ന ദൈവം. പറയാമോ? ഞാൻ തൊടുന്ന എല്ലാറ്റിലും എനിക്ക് അനുഗ്രഹം. അതുപോലെ പ്രയാസമാണ് യേശു കാണിച്ച പ്രാർത്ഥനാ മാതൃക പിന്തുടരുവാൻ. മുകളിലേക്ക് നോക്കി പറയണം, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു ഞാൻ അറിഞ്ഞു വിരിക്കുന്നു. ഇപ്പോൾ ചുറ്റും നിൽക്കുന്നവർ, അസൂയക്കാരായ ബന്ധുക്കൾ, അയൽക്കാർ കേൾക്കെ വിളിക്കുന്നു, ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക. ചിലപ്പോൾ അവർ പറഞ്ഞു കാണും, എന്തൊരു വിളിയാ വിളിക്കുന്നത്. അവനെ കാലും കൈയും കെട്ടിയാണ് ഇവിടെ വെച്ചേക്കുന്നത് അകത്ത്. നമുക്കറിയാം, മരിച്ചു കഴിയുമ്പോഴത്തേക്ക് മത്സരം ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കാല് കൂട്ടി. ജീവിതം ആരംഭിച്ച സമയം മുതൽ മത്സരമാണ്. ഒരു കാലം മുമ്പോട്ട് വെക്കുമ്പോൾ അടുത്ത കാലം പറയും ഞാനാ മിടുക്കൻ. മുമ്പോട്ട് വെക്കും, അടുത്ത കാലം ഇല്ല ഞാനാ മിടുക്കൻ. മരിക്കുമ്പോൾ രണ്ടു കാലം കൂട്ടിയും കെട്ടും. രണ്ടുപേരുടെയും മിടുക്ക് അവിടെ തീർന്നു. അങ്ങനെ മിടുക്ക് തീർത്ത് കാല് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇനി മിണ്ടരുത്, വാ കൂട്ടി കെട്ടി വെച്ചിരിക്കുകയാണ്, കൈയും കെട്ടി വെച്ചിരിക്കുകയാണ്. ഇനി എങ്ങനെ അവൻ പുറത്തു വരുന്നത്? പക്ഷെ ഒരു കാര്യം പറയട്ടെ, യേശു വിളിച്ചാൽ ഇതൊന്നും തടസ്സമല്ല. യേശു വിളിച്ചാൽ ഇതൊന്നും തടസ്സമല്ല. ഒരമ്മയും പറഞ്ഞാണ്, കൈ കെട്ടിവെക്കട്ടെ, കാല് കെട്ടിവെക്കട്ടെ, കണ്ണ് കെട്ടിവെക്കട്ടെ, വായ അടച്ചു വെക്കട്ടെ. യേശു വിളിച്ചാൽ ഇതൊന്നും തടസ്സമല്ല. കെട്ടപ്പെട്ടവനാണെങ്കിലും ചാടി ചാടി പുറത്തു വരും. മക്കളെ, കാലും കൈയും കെട്ടി വായും കെട്ടി എങ്ങനെയായിരിക്കും വന്നത്? എൻ്റെ ഭാവന പറയുകയാണ്, നമ്മൾ ഈ ചാക്കി കെട്ടിയുള്ള ചാട്ടം ഞാൻ പങ്കെടുത്തിട്ടുണ്ട് കോളേജിൽ. എനിക്ക് 1ാം സ്ഥാനം കിട്ടി. സത്യം പറയാണല്ലോ. എങ്ങനെയായിരിക്കും ലാസ്റ്റ് വന്നത്? അവൻ പറയാണ്, എൻ്റെ കൈയും കെട്ടിയിരിക്കുകയാണ്, പക്ഷേ എനിക്ക് ആ കേട്ട വിളി അനുസരിക്കാതിരിക്കാൻ കഴിവില്ല. എന്നെ വിളിച്ചത്, എന്നെ സൃഷ്ടിച്ചവനാണ്. യേശു പറഞ്ഞു, നിങ്ങൾ അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ. അവനൊരു ഭാവിയുണ്ട്. അവൻ എനിക്കൊപ്പം പന്തിലിരിക്കേണ്ടവനാണ്. ഹല്ലേലൂയ. അവിടെ നിന്ന യഹൂദന്മാരെ കണ്ണ് തള്ളിപ്പോയി. നോക്കുക, 4ാം ദിവസം നാറ്റം വെച്ച ബോഡി ചാടി ചാടി ഇതാ വരുന്നു. ഇതുപോലെ അതിൻ്റെ അനുഗ്രഹം കേട്ടോ. ലോകം പറയട്ടെ ഇനിയൊരു സാധ്യതയില്ലെന്ന്. ഇതാ തലമുറ. ലോകം പറയട്ടെ ഇനി സാധ്യതയില്ലെന്ന്. യേശു വിളിക്കുമ്പോൾ വന്നേ പറ്റൂ. യേശു വിളിക്കണമെങ്കിൽ കല്ല് നീക്കണം. പ്രാർത്ഥനാക്കുറവെന്ന കല്ല് നീക്കണം. അവിശ്വാസമെന്ന കല്ല് നീക്കണം. ആരാധന മുടക്കുന്ന കല്ല് നീക്കണം. നീ കല്ല് നീക്കിയാൽ യേശു വിളിക്കും. അനുഗ്രഹമേ പുറത്തു വരിക, നന്മയെ പുറത്തു വരിക, വിടുതലേ പുറത്തു വരിക, ഉദ്ധാരണമേ പുറത്തു വരിക, സൗഖ്യമേ പുറത്തു വരിക. ഒരു നിമിഷം എഴുന്നേൽക്കാം. ഓക്കെ, പ്രാർത്ഥിച്ചാട്ടെ. കേൾക്കപ്പെട്ട വചനം ഏറ്റെടുത്ത്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗ്ഗീയ നല്ല പിതാവേ, അടുക്കലേക്ക് വരുന്ന കർത്താവേ, തന്ന നല്ല ആരാധനയ്ക്കായി സ്തോത്രം ചെന്ന് സ്തുതിക്കുന്ന കർത്താവേ, ദിവ്യാസനോടെ കേൾപ്പിച്ച നല്ല ദൂതനായി അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ വന്ന എല്ലാ ദൈവമക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവർ വന്നതുപോലെ അല്ല കർത്താവെ, നിറഞ്ഞു കവിയുന്നവരായി അപ്പോൾ ഭഗവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ കർത്തൃമേശ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്നാനത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാം ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല പ്രാർത്ഥനയും കേട്ടിരിക്കാൻ സ്തോത്രം. മുഴുവൻ ചേർത്ത് പാടാൻ വരുന്നുണ്ട്. എൻ്റെ അത്ഭുതം വരുന്നുണ്ട്.
വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, പാടാം. Come on, here we go. ഈ സമയം ദൈവത്തെ ബഹുമാനിക്കാം. അതിഫലം കൊണ്ടും നന്മ കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കാം. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. ചാടി ചാടി വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. കുരുടനു കാഴ്ച ലഭിച്ചതുപോലെ സൗഖ്യം വരുന്നുണ്ട്. ഓ കുരുടനു കാഴ്ച ലഭിച്ചതുപോലെ സൗഖ്യം വരുന്നുണ്ട്. വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ അത്ഭുതം വരുന്നുണ്ട്. ഓ എലിയാവിന് ലഭിച്ചതുപോലെ ആഹാരം വരുന്നു.